30-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ കുംഭമേളയിൽ കുടുങ്ങിയ ആയിരക്കണക്കിന് ഹിന്ദു തീർത്ഥാടകർക്ക് ആ സമയത്ത് അഭയം നൽകിയത് മുസ്ലിം പള്ളികളും ദർഗകളും ആണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇത്തരം വാർത്തകൾ പൊതുവെ മൂടിവെക്കാനാണ് പലരും ശ്രമിക്കുന്നത്. കുംഭമേളയിൽ മുസ്ലിം സമുദായത്തിനെതിരെ വംശീയ വിദ്വേഷ പരാമർശങ്ങൾ ഉയർത്തുകയും അവരുടെ വ്യാപാരങ്ങൾ തടയുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അഖില ഭാരതീയ അഘാര പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹിന്ദു വലതുപക്ഷ സംഘടനകൾ പ്രഖ്യാപിക്കുക വരെ ചെയ്ത വേളയിലാണ് ഈ സാമുദായിക ഐക്യപരമായ നടപടി മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഹിന്ദു സമുദായത്തിലെ ആളുകളോട് അവരുടെ സമുദായത്തിലെ കച്ചവടക്കാരിൽ നിന്ന് മാത്രമേ സാധനങ്ങൾ വാങ്ങാവൂ എന്നും സനാതന വിഭാഗത്തിൽപ്പെട്ടവരല്ലാത്ത ആരെങ്കിലും കച്ചവടം നടത്തുന്നതായി കണ്ടെത്തിയാൽ അധികാരികളെയോ സംഘടനയെയോ അറിയിക്കണമെന്നും ഹിന്ദുത്വവാദികൾ പറഞ്ഞിരുന്നു. തിക്കിലും തിരക്കിലും പെട്ട് 30-ലേറെ പേർ മരണപ്പെട്ട അപകടം ഉണ്ടായതോടെ ഉത്തർപ്രദേശ് അധികൃതർ പ്രധാന സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശന കവാടങ്ങളെല്ലാം അടച്ചിട്ടു. അതോടെ ആയിരക്കണക്കിന് തീർത്ഥാടകർ വീടുകളിലേക്ക് മടങ്ങാൻ കഴിയാതെ വഴിയിൽ കുടുങ്ങിപ്പോയി. തുടർന്നാണ് ഇവർക്ക് പള്ളികളിലും മറ്റുമായി താമസ സൗകര്യം ഒരുക്കി കൊടുത്തത്. പള്ളികൾ, ദർഗകൾ, ഇമാംബരകൾ, അവരുടെ വീടുകൾ എന്നിവ താൽക്കാലിക ഷെൽട്ടറുകളാക്കി മാറ്റുകയായിരുന്നു. ഏകദേശം 25,000-ഓളം തീർത്ഥാടകരെ ഇവിടെ താമസിപ്പിച്ചു. ഭക്തരെ സംരക്ഷിക്കുന്നതിനാവശ്യമായ വൈദ്യസഹായം ഉറപ്പാക്കുകയും അവർക്ക് ഭക്ഷണവും കിടക്കാനുള്ള സൗകര്യവും ദർഗകളുടെയും പള്ളികളുടെയും മാനേജ്മെന്റ് നൽകുകയായിരുന്നു. കുടുങ്ങിപ്പോയ ഭക്തർക്ക് ഖുൽദാബാദ്, നഖസ് കോഹ്ന, റോഷൻ ബാഗ്, ഹിമ്മത്ഗഞ്ച്, റാണി മാണ്ടി, ഷാഗഞ്ച് എന്നീ 6 സ്ഥലങ്ങളിലാണ് ഇവർ അഭയം ഒരുക്കിയത്. തിക്കിലും തിരക്കിലും പെട്ട് തണുപ്പിൽ കഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളെയാണ് ഞങ്ങൾ കണ്ടത്. ധാരാളം ആളുകൾക്ക് അഭയം നൽകുന്നതിനായി ഞങ്ങൾ പള്ളികളും ദർഗകളും ഉൾപ്പെടെയുള്ള പുണ്യസ്ഥലങ്ങൾ വേഗത്തിൽ തുറന്നുകൊടുത്തു. കണ്ടുമുട്ടിയ എല്ലാവർക്കും ഞങ്ങൾ താമസവും ഭക്ഷണവും ഒരുക്കി കൊടുത്തു. പ്രയാഗ്രാജിലെ അതിഥികൾ എന്ന നിലയിൽ അവരെ പരിചരിക്കാൻ ഞങ്ങൾ എല്ലാ ശ്രമങ്ങളും നടത്തി. ഇതാണ് ബഹാദൂർഗഞ്ചിൽ നിന്നുള്ള മുഹമ്മദ് ഇർഷാദ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ആയിരക്കണക്കിന് ഭക്തരാണ് അന്ന് തിക്കിലും തിരക്കിലും കുടുങ്ങിപ്പോയത്. ബസ്സുകളും ട്രക്കുകളും അടക്കമുള്ള വാഹനങ്ങളെല്ലാം ഹൈവേയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതോടെയാണ് മണിക്കൂറുകൾക്കകം കമ്മ്യൂണിറ്റി കിച്ചൺ തയ്യാറാക്കി വിശന്ന് വലഞ്ഞ ഈ ഭക്തർക്ക് ചായയും കടിയും ഭക്ഷണവും എല്ലാം നൽകിയത്. പള്ളികളിലും വീടുകളിലും സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് താമസത്തിന് പ്രാഥമിക പരിഗണന നൽകിയത്. കമ്മ്യൂണിറ്റി ഹാളുകളിലും മദ്രസകളിലും ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് ഉറങ്ങാൻ സൗകര്യമൊരുക്കിയത്. പ്രദേശവാസികൾ റോഡ് സൈഡിൽ കൗണ്ടറുകൾ തുറന്ന് വെള്ളവും ബിസ്ക്കറ്റും ബ്ലാങ്കറ്റുകളും വിതരണം ചെയ്തിരുന്നു. ഞങ്ങളുടെ സഹപൗരന്മാരുടെ വിഷമം മനസ്സിലാക്കുകയും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഞങ്ങൾ ചെയ്തത്. ഇത് നഖാസ് കൊഗ്നയിലെ പ്രൈമറി സ്കൂൾ അധ്യാപകനായ റാസ അബ്ബാസ് പറഞ്ഞതാണ്. ചരിത്രപരമായി കുംഭമേള ഹിന്ദു മുസ്ലിം സൗഹൃദത്തിന്റെ വേദികളായിരുന്നു. മുസ്ലിങ്ങളായ ബോട്ടുകാരും കരകൗശല വസ്തുവിൽപ്പനക്കാരുമെല്ലാം കുംഭമേളയ്ക്ക് എത്താറുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. കുംഭമേളയിൽ മുസ്ലിം കച്ചവടക്കാരെ ബഹിഷ്കരിക്കാൻ ഹിന്ദുത്വ സംഘടനകൾ ആഹ്വാനം ചെയ്തു. നിരവധി മുസ്ലിം വ്യാപാരികൾക്ക് പ്രവേശനത്തിന് അനുമതി നിഷേധിച്ചു. കച്ചവടം ചെയ്യാൻ ശ്രമിച്ചവരെ അധിക്ഷേപിക്കുന്ന സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കുംഭമേളയിൽ ഇത്തവണ ഞങ്ങൾക്ക് ക്ഷണമുണ്ടായിരുന്നില്ല. എങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഞങ്ങൾ രംഗത്തിറങ്ങി. ഞങ്ങളുടെ ചുറ്റുമുള്ളവരുടെ വിഷമം കാണാതിരിക്കാൻ കഴിയില്ലായിരുന്നു. സഹായിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് എന്നും പ്രദേശത്തെ ബിസിനസ്സുകാരനായ മഹമ്മൂദ് സായിദ് പറഞ്ഞു. ചൗക്കിലെ ജുമാ മസ്ജിദിൽ ഒരു കൂട്ടം യുവാക്കൾ ഒരു മെഡിക്കൽ എയ്ഡ് പോസ്റ്റും തുടങ്ങിയിരുന്നു. പരിക്കേറ്റ ഭക്തർക്ക് ഇവിടെ സൗജന്യമായി അവർ ചികിത്സ നൽകി. മനുഷ്യർക്ക് സഹായം ചെയ്യേണ്ടത് തങ്ങളുടെ പ്രാഥമിക കടമയാണ് എന്നായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ നാസ് ഫാത്തിമയുടെ പ്രതികരണം. ഒരു അപകടം ഉണ്ടാകുമ്പോൾ മതം നോക്കാതെ അവരെ മനുഷ്യരായി മാത്രം കാണുക. അതിലും വലിയ മതസൗഹാർദ്ദം വേറെങ്ങും ഉണ്ടാകില്ല.